പാർക്കിൻസൺസ് രോഗികൾക്കുള്ള അതിനൂതന ശസ്ത്രക്രിയാ ചികിത്സയാണ് ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ അഥവാ DBS. ചലന സംബന്ധമായ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ആഴത്തിലിരിക്കുന്ന ഭാഗങ്ങളെ നേരിയ വൈദ്യുത തരംഗങ്ങളിലൂടെ ഉത്തേജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷന് പാർക്കിൻസൺസ് രോഗം ഭേദമാക്കാൻ കഴിയില്ല, പക്ഷേ രോഗിയുടെ ജീവിത നിലവാരം ഗണ്യമായി വർദ്ധിപ്പിക്കാനാകും. പാർക്കിൻസൺസ് രോഗത്തിന്റെ ചലന സംബന്ധമായ ലക്ഷണങ്ങളായ വിറയൽ, മാംസപേശികളുടെ മുറുക്കം, പ്രവൃത്തികൾ ചെയ്യാനുള്ള കാലതാമസം, ബാലൻസ് ഇല്ലായ്മ തുടങ്ങിയവ 50% മുതൽ 70% വരെ DBSലൂടെ മാത്രം മെച്ചപ്പെടുത്താനാകും. ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ എന്ന് പറയുന്ന അത്യാധുനിക ശസ്ത്രക്രിയാ ചികിത്സ എല്ലാ ഹോസ്പിറ്റലിലും ചെയ്യാൻ പറ്റുന്നതല്ല. അതിന് പ്രത്യേക ടീം ഓഫ് ഡോക്ടേഴ്സ് തന്നെ ആവശ്യമുണ്ട്. അതിൽ മൂവ്മെന്റ് ഡിസോർഡർ സ്പെഷ്യലിസ്റ്റ് എന്ന ന്യൂറോളജിസ്റ്റും ന്യൂറോ സർജനുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത്യാധുനികമായിട്ടുള്ള സ്കാൻ ഫെസിലിറ്റീസ് അഥവാ റേഡിയോളജിക്കൽ ഫെസിലിറ്റീസും അനസ്തീഷ്യ ഫെസിലിറ്റീസും ഓപ്പറേഷൻ തിയേറ്ററും മറ്റൊക്കെ ഉണ്ടെങ്കിൽ ഈ ചികിത്സ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓരോ രോഗിയിലും DBSന്റെ ഏറ്റവും നല്ല പ്രോഗ്രാം കണ്ടുപിടിക്കുന്നതിന് കുറഞ്ഞത് 5 സന്ദർശനങ്ങളെങ്കിലും വേണ്ടിവരും. ഈ അവസ്ഥയിലെത്താൻ 6 മാസം വരെ എടുത്തേക്കാം. ന്യൂറോ സ്റ്റിമുലേറ്ററുകൾ ചാർജ് ചെയ്യാൻ പറ്റുന്നവയും പറ്റാത്തവയുമുണ്ട്. ചാർജ് ചെയ്യാവുന്നവ 15 വർഷം പ്രവർത്തിക്കും. DBS ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകുന്ന 95% രോഗികളിലും കാര്യമായ ഒരു കോംപ്ലിക്കേഷനോ പാർശ്വഫലങ്ങളോ ഉണ്ടാകാറില്ലെന്നും തലച്ചോറിൽ ചെയ്യുന്ന മറ്റ് ശസ്ത്രക്രിയകളുമായി താരതമ്യം ചെയ്യുമ്പോൾ നല്ല ഗുണമുണ്ടാകുന്നുവെന്നും ഡോക്ടർമാർ പറയുന്നു.